ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള കാരണം, ഞാനിന്ന് ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് കണ്ടു. അതായത് ഗവൺമെൻറ് നമുക്ക് തരുന്ന 2 ഇൻഷുറൻസിനെ പറ്റിയിട്ട് വിവരിക്കുന്നത്. അതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ വളരെയധികം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരുടെ റെസ്പോൺസാണ് അത് കണ്ടത്. ഇതൊക്കെ ചെയ്യുന്നത് പറ്റിക്കലല്ലേ ആൾക്കാർക്ക്. പക്ഷേ ഞാൻ അതിനെപ്പറ്റിയുള്ളൊരു സത്യാവസ്ഥ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചിട്ട് അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിഞ്ഞതിനെ പറ്റി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അറിയാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടും ചെയ്യാതെ പോകുന്ന 2 സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള 2 ഇൻഷുറൻസ് ആണ് ഗവൺമെന്റ് നമുക്ക് തരുന്നത്. അതായത് വർഷം 456 രൂപയുടെ 2 ഇൻഷുറൻസ് ആണ്. 20 രൂപയുടെയും 436 രൂപയുടെയും കൂടി ചേർത്ത് 456 രൂപ വരുന്ന പ്രധാനമന്ത്രി ജീവൻ ബീമ യോജനയും, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന എന്ന് പറയുന്ന 2 ഇൻഷുറൻസുകളാണുള്ളത്. അത് നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളെ പറ്റിയിട്ടുള്ള ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഇൻഷുറൻസ് 2 രീതിയിലായിട്ടാണ് വരുന്നത്. അതായത് ഒരെണ്ണം നമുക്ക് ആക്സിഡന്റ് മരണത്തിനും, മറ്റേത് നമുക്ക് എന്തെങ്കിലും ഏത് രീതിയിലുള്ള നമ്മളുടെ ഒരു മരണത്തിനും നമുക്ക് 2,00,000 രൂപ, 2,00,000 രൂപ അങ്ങനെ വെച്ചിട്ട് മൊത്തം 4,00,000 രൂപയാണ് നമുക്ക് ഫുൾ കവറേജ് കിട്ടുന്നത്. അത് നോമിനിക്ക് കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാങ്കില് 2 ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാര് കൂടുതൽ സംശയം ചോദിക്കുന്നത് നമ്മൾ മരിച്ചു പോയില്ലെങ്കിൽ ഈ 1 വർഷത്തിനുള്ളിൽ നമ്മൾ മരിച്ചു പോയില്ലെങ്കിൽ ഈ പൈസ പോകത്തില്ലേ എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം നമ്മളുടെ മരണമൊക്കെ നമുക്ക് എങ്ങനെയാണ് തീരുമാനിക്കാൻ പറ്റുന്നത്? അടുത്ത നിമിഷം നമുക്ക് എന്താ പറ്റുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഇപ്പോൾ ഒരു തലയിലൂടെ ഒരു തേങ്ങ വീണു. ആൾ മരണപ്പെട്ടു. അതൊരു അപകട മരണമാണ്. ആ അപകട മരണത്തിന് സ്വാഭാവിക മരണത്തിന്റെയും, അപകട മരണത്തിന്റെയും ചേർത്തുള്ള 2,00,000 2,00,000 4,00,000 രൂപ നമ്മുടെ നോമിനിക്ക് കിട്ടും. നമ്മളുടെ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അതൊരു വലിയൊരു ഉപകാരമാണ്. കാരണം നമുക്കായിട്ടൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്നൊരു 4,00,000 രൂപ അവിടെ കിട്ടുമ്പം ഒത്തിരി കാര്യങ്ങൾ കടങ്ങൾ വീട്ടാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ ആ 4,00,000 കൊണ്ട് ആ കുടുംബത്തിന് സാധിക്കും. അങ്ങനെ ചെയ്ത് ക്ലെയിം കിട്ടിയിട്ടുള്ള ആ ഒരു ഫയലും അവരെന്നെ അത് കാണിക്കുകയുണ്ടായി. പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? അതായത് ബാങ്ക് നമ്മൾ മരണപ്പെട്ടു, ഞാൻ മരണപ്പെട്ടു എന്ന് ബാങ്ക് അറിയുന്നതെങ്ങനെ? അതിന് ഇത്രയേ ഉള്ളൂ വഴി. ഞാൻ എൻ്റെ നോമിനീനെ വെച്ചിരിക്കുന്ന ഇന്നയാളാണ്. ആ നോമിനിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ബാങ്കിൽ 2 സർക്കാരിൻ്റെ ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ട്. അത് ഞാൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ, എന്തെങ്കിലും രീതിയിൽ ഞാൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അത് ബാങ്കിനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് എൻ്റെ നോമിനിനെ ധരിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു സമയത്ത് നമുക്കൊരു അപകട മരണമോ, അല്ലെങ്കിൽ ഒരു സ്വാഭാവിക മരണമോ സംഭവിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ അപകട മരണത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണം. അല്ലെങ്കില് ഇപ്പൊ ഒരു സാധാ മരണമാണെന്നുണ്ടെങ്കില് നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഉണ്ടാകുന്നതെങ്കില് ആ ഹോസ്പിറ്റൽ ഡോക്ടറിന്റെ ആ ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഇത്രയും മാത്രം മതി. നമുക്ക് ആ ഒരു പൈസ ക്ലെയിം ചെയ്തിട്ട് നമുക്ക് ആ ക്യാഷ് വിത്‌ഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. അത് ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ അധികം താമസമില്ലാതെ തന്നെ നമുക്കത് കിട്ടുന്ന അവരെനിക്ക് തന്ന വിവരങ്ങളനുസരിച്ച് അപകടമരണം സംഭവിച്ചവരുടെയും, അല്ലാതെ സ്വാഭാവിക മരണമായി സംഭവിച്ചവരുടെയൊക്കെ ക്ലെയിം ചെയ്ത കുറെ ഫയലും കാര്യങ്ങളും അവരെന്നെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോ അവര് പറയുമ്പോ ആൾക്കാര് സ്വാഭാവികമായിട്ടും അവര് ദേഷ്യപ്പെട്ടിട്ടും അവര് നിർബന്ധിപ്പിച്ച് എടുപ്പിച്ചിട്ട് അപകടമരണം സംഭവിച്ച ആള്. ഇപ്പം അവിടെ ഒരു ജോലി ചെയ്തിരുന്നൊരു ചേട്ടനാണ്. ആ ചേട്ടനെ കൊണ്ട് അവര് ഇൻഷുറൻസ് എടുപ്പിച്ചു. എടുപ്പിക്കുന്ന സമയത്ത് പുള്ളിയോട് ആവുന്ന രീതിയിലും പറഞ്ഞിട്ടും പുള്ളിക്ക് അത് കൺവിൻസ് ആയില്ല. അവസാനം എന്തേലും പോട്ടെ ഒരു 20 രൂപയുടെ ചേരാം എന്ന് 436 വേണ്ട 20 രൂപയുടെ മതി എന്ന് പറഞ്ഞിട്ട് 20 രൂപയുടെ ആള് ചേർന്നു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ പുള്ളി ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ച് മരണപ്പെടുകയും പുള്ളിക്ക് ശരിക്കും പുള്ളിക്ക് 4,00,000 എലിജിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി 20 രൂപയുടെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആൾക്ക് 2,00,000 രൂപ ക്ലെയിം ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചു. അതെങ്ങനെയെന്നറിഞ്ഞത് ബാങ്കുകാര് ഈ പുള്ളി മരണപ്പെട്ട സംഭവം സ്റ്റാറ്റസോ അങ്ങനെ എന്തോ ആൾക്കാരുടെ ഇട്ടിട്ട് ഫോട്ടോ കണ്ടിട്ട് അവരെ സെർച്ച് ചെയ്ത് ആളുടെ അക്കൗണ്ടില് സെർച്ച് ചെയ്ത് നോക്കിയപ്പം അവര് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ആ എമൗണ്ട്.
ആം, സോറി ആ എമൗണ്ട് പുള്ളി രൂ. 20 ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് കുടുംബക്കാരെ ബന്ധപ്പെട്ട് നോമിനിയോട് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ ആഹ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങിച്ച് അതെല്ലാം ക്ലെയിം ചെയ്തിട്ട് ഉടനെ തന്നെ അവരുടെ 2,00,000 രൂപ നോമിനിക്ക് കിട്ടുകയും അവർക്കതൊരു വലിയൊരു സഹായം, അവര് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു. അവർക്കതൊരു വലിയൊരു ഉപകാരമായിട്ട് തന്നെ കിട്ടി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ആഹ്, നമ്മളൊരു ഒരു ദിവസം രൂ. 1 കളഞ്ഞുപോയി അല്ലെങ്കിൽ രൂ. 2 കളഞ്ഞുപോയി എന്ന് ചിന്തിച്ചാ മതി. പക്ഷേ നമുക്കതിന് കിട്ടുന്ന ബെനിഫിറ്റ് വളരെ വലുതാണ്. 456 രൂപ മാത്രമേ നമുക്കതിനകത്ത് ചെലവാകത്തുള്ളൂ. പക്ഷേ നമുക്കൊരു ഇത് സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ 436 രൂപയ്ക്ക് നമുക്കെന്തെങ്കിലും ഒരു ഡിസീസ് അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഒരു വശം ഒരു കൈ പോവുക, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും കിടപ്പാവുക, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. 1,00,000 അതിൻ്റെ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു പാർട്ടിഷൻ എമൗണ്ട് നമുക്കത് കിട്ടാറുണ്ട്. അതിന് ചാൻസ് ഉള്ളതാണ്. അല്ലാതെ നമുക്ക് ആ പൈസ നമ്മൾ മരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ മരിച്ചിട്ട് നമുക്ക് ആ 4,00,000 രൂപ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യമാണ് എന്നൊക്കെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാല് നമുക്കൊരിക്കലും നമുക്കതൊരിക്കലും നേരെയാകാൻ പോകുന്നില്ല. അപ്പം നമ്മള് മനസ്സില് ചിന്തിക്കുക, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കൊരു ഹെൽപ്പാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു അറിവ് മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് വേണ്ടി നമ്മളുടെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ്. ഒരു 456 രൂപ വർഷത്തിലൊരിക്കൽ മാത്രമേ ഉള്ളൂ. എല്ലാ മാസവും ഇല്ല, എല്ലാ ദിവസവും ഇല്ല. അങ്ങനത്തെ ഇൻഷുറൻസ് നമുക്ക് പുറത്തൊക്കെ ഒരു ഇൻഷുറൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കില് ഒത്തിരി വലിയ എമൗണ്ടുകൾക്കുള്ള ഇൻഷുറൻസാണ് നമുക്കുള്ളത്. അത് ഫാമിലിയൊക്കെ അടക്കം എടുക്കുമ്പോൾ നമ്മളുടെ കയ്യിലൊക്കെ വലിയ വലിയ ആൾക്കാർക്കൊക്കെ പൈസ ഉള്ളവർക്കൊക്കെ അതൊരു പ്രശ്നമില്ലാ. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. 456 രൂപ എന്ന് പറയുന്നത് ഒരു വർഷത്തില് ഒരിക്കല്, ഒരു വർഷം നമ്മൾ അടച്ചു കഴിഞ്ഞാല്, നമ്മൾ അടുത്ത നിമിഷം മുതൽ നമ്മൾ ഇൻഷുറൻസിൽ കവറേജ് ആയിട്ടിരിക്കുകയാണ്. നമുക്കെന്ത് സംഭവിച്ചു പോയാലും നമ്മൾക്ക് ആ ഒരു എമൗണ്ട് നോമിനിക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആകപ്പാടെ 2 ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മളുടെ നോമിനിയുടെ ഡീറ്റെയിൽസ് ഇത്രയും മാത്രം, നമ്മളുടെ സൈൻ ഇത്രയും മാത്രം മതി. നമ്മൾ ഒരു ഇൻഷുറൻസ് കവറേജിലിരിക്കും. നമുക്ക് സാധാരണക്കാർക്ക് ഇതൊരു വലിയൊരു ഉപകാരമാണ് ഗവൺമെന്റ് ചെയ്തു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന്, നിങ്ങളിതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ചെന്ന് എല്ലാ ഗവൺമെന്റ് ബാങ്കുകളിലും ഇത് അവൈലബിൾ ആണ്. പോസ്റ്റ് ഓഫീസിൽ ഉൾപ്പെടെ എല്ലായിടത്തും നമുക്കിത് ചെയ്യാവുന്നതാണ്. അവിടെ ചെന്ന് നമ്മളത് ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്യേണ്ടതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി എഴുതി അറിയിക്കാം. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.